പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവർ അത് സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഇന്ന് 2 തരത്തിലുള്ള അപ്പമുണ്ട്. ഒന്ന് മരണത്തെ കൊണ്ടുവരുന്ന, പാപത്തെ കൊണ്ടുവരുന്ന അപ്പവും, രണ്ടാമതായി യേശുവിനെ തിരിച്ചറിയുവാൻ തക്കവിധമുള്ള ജീവന്റെ അപ്പവും. ഇന്ന് പലർക്കും ഈ യഥാർത്ഥ അപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുന്നു. മാർക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 52 തിരുവചനത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: അപ്പത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവരുടെ അടുത്തേക്ക് കടലിനുമീതെ നടന്നു വന്ന യേശുവിനെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സ്നേഹമുള്ളവരെ, യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അപ്പത്തിന്റെ ഭൗതിക സ്വഭാവങ്ങളെ നിലനിർത്തിക്കൊണ്ട് യേശു തന്റെ ശരീരവും രക്തവും അതിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാണ് യേശു തരുന്ന അപ്പം. ഉൽപ്പത്തിയുടെ പുസ്തകം 3 അധ്യായത്തിൽ നാം കാണുന്നു, തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് കർത്താവ് ആദ്യ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അവർ അത് കാര്യമായി പരിഗണിക്കാതെ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷണം മരണത്തെ കൊണ്ടുവന്നു. ഏദൻ തോട്ടത്തിലെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഭക്ഷണം ദൈവകൽപ്പനയുടെ ലംഘനമാണെന്ന് അറിഞ്ഞിട്ടും അവർ അത് ഭക്ഷിച്ചപ്പോൾ, പ്രലോഭകന്റെ വാക്ക് കേട്ടപ്പോൾ അവരുടെ പാപത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. എന്നാൽ എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് യേശു ആശീർവദിച്ചു നൽകിയ ഭക്ഷണം കഴിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിയുവാനുള്ള അവരുടെ ജീവന്റെ കണ്ണുകൾ തുറക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 27 വാക്യം പറയുന്നു: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നമുക്ക് പറയാം: കർത്താവേ, അങ്ങയുടെ പക്കലുള്ള ജീവന്റെ അപ്പം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നാഥ, എൻ നാഥ, നീയില്ലാതെ ഞാനെന്തു ചെയ്യും എൻ്റെ തമ്പുരാനെ? നിൻ തിരുസാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. ഓ യേശുവേ, നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? ജീസസ്, നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? അങ്ങേ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും, തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും, തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. കർത്താവേ, നിന്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നപ്പ, ഞങ്ങളെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ. ഞങ്ങളുടെ ആശ്രയം അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ യജമാനൻ, ഞങ്ങളുടെ ദൈവം അങ്ങ് മാത്രം. തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ, എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ, എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. തമ്പുരാനെ,
എൻ്റെ പിതാവേ, എൻ പിതാവേ, യജമാനനേ, തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ, ഏക ആശ്രയം നീ, എൻ്റെ ശൈലവും സങ്കേതവും നീ, എന്റെ ശൈലം സങ്കേതം നീ, ജീസസ്. എന്റെ ഏക ആശ്രയം നീ, എന്റെ ശൈലം സങ്കേതം നീ. പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കട്ടെ കർത്താവേ, നിന്റെ ബലം എനിക്ക് നൽകണമേ തമ്പുരാനെ. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. ഓ യേശുവേ, പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. തമ്പുരാനെ, തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവായ ദൈവമേ, എൻ പിതാവേ, യജമാനനേ, തമ്പുരാനേ, ഉടയോനേ, എൻ പിതാവേ, യജമാനനേ, എൻ്റെ ആശ്രയം നീ, എൻ്റെ ശൈലവും സങ്കേതവും, എന്റെ ശൈലം സങ്കേതം നീ, ജീസസ്. എന്റെ ഏക ആശ്രയം നീ, എന്റെ ശൈലം സങ്കേതം നീ. നാഥ, എൻ നാഥ, നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും എൻ്റെ തമ്പുരാനെ. ഓ കർത്താവേ, നിൻ തിരു സാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. കർത്താവേ, അങ്ങയുടെ പക്കൽ നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ. നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. യേശുവേ, തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ജീസസ്. ഞാൻ എൻ്റെ നാഥനെ കാത്തിരിക്കും. തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഇന്നേ ദിവസം നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ അപ്പം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.